ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതം പറയുന്നു, പരശുരാമൻ വല്ലാതെ ക്ഷുഭിതനായി അദ്ദേഹം തൻ്റെ ദിവ്യ ആയുധങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് കാർത്തവീര്യാർജുനൻ്റെ നേർക്ക് ഒരു സിംഹം ആനയെ ആക്രമിക്കാൻ ഓടുന്നത് പോലെ ഓടിച്ചെന്നുവെന്നാണ്. കാർത്തവീര്യാർജുനൻ തൻ്റെ 17 അക്ഷൗഹിണികളെ പരശുരാമനെ നേരിടാനായിട്ട് അയച്ചു. പക്ഷെ അദ്ദേഹം ഒരു ദിവ്യ പുരുഷനാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് അവരെ എല്ലാവരെയും തോൽപ്പിച്ചു, നശിപ്പിച്ചു. അതിനുശേഷം രാമൻ ആ അതിശക്തിമാനായ രാജാവിൻ്റെ 1000 കരങ്ങളും ശിരസും ഛേദിച്ചു കളഞ്ഞു. കാർത്തവീര്യാർജുനൻ്റെ മക്കൾ ഭയന്ന് പേടിച്ച് വിറച്ച് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. പരശുരാമൻ ഭയചകിതയായ കാമധേനുവിനെയും അവളുടെ കുട്ടിയെയും തിരിച്ച് ആശ്രമത്തിൽ കൊണ്ടുപോയി അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ ജമദഗ്നി അദ്ദേഹത്തെ ഉപദേശിക്കുകയാണുണ്ടായത്. ക്ഷമയും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുന്നതും ഉത്തമ ബ്രാഹ്മണരുടെ ലക്ഷണമാണ് എന്ന് അദ്ദേഹം ഉപദേശിച്ചു. മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുന്നത് കൊണ്ട് മാത്രമേ ബ്രാഹ്മണർക്ക് അവരുടെ തേജസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരോടാണ് ഭഗവാൻ ശ്രീഹരി പെട്ടെന്ന് പ്രസാദിക്കുന്നതും. ജമദഗ്നി രാമനെ ഉപദേശിച്ചു, രാജ്യത്തെ സംരക്ഷിക്കുന്ന രാജാവിനെ വധിക്കുന്നത് ബ്രാഹ്മണരെ വധിക്കുന്നതിനേക്കാളും നീചമാണ്. അതുകൊണ്ട് പ്രായശ്ചിത്തമായിട്ട് പുണ്യസ്ഥലങ്ങൾ, ഗംഗ, അങ്ങനെയുള്ള മനുഷ്യൻ്റെ മനസ്സിനെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോകൂ, ഭഗവാൻ ശ്രീഹരിയെ മനസ്സിൽ നിരന്തരം ധ്യാനിക്കൂ എന്ന് ഉപദേശിച്ചു. ഇനി ഭാഗവതം എന്തൊക്കെ പാഠങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. പവർ വിതൗട്ട് ഹ്യൂമിലിറ്റി, അതും അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ അധികാരം നാശത്തിലേക്ക് നയിക്കുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. യഥാർത്ഥ ശക്തി ക്ഷമിക്കുവാനുള്ള ശക്തിയും കൂടിയാണ്. അതായത് ശാരീരികമായിട്ടുള്ള ശക്തിയേക്കാളും വളരെ മഹത്താണ് മനസ്സിൻ്റെ ശക്തി, ഒരു നല്ല മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എത്ര ഉത്കൃഷ്ടരായിട്ടുള്ള ആൾക്കാർക്കും തെറ്റ് സംഭവിക്കാം. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്നും പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് തിരിച്ചറിയുക. അതും നമ്മളുടെ ആത്മീയമായ പുരോഗതിക്ക് ഏറ്റവും പ്രയോജനപ്പെടും. അതുപോലെ കുറ്റബോധത്തിൽ നമ്മൾ മുഴുകിയിരിക്കാൻ പാടില്ല. എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ ഒരു പോസിറ്റീവ് ആക്ഷൻ കൊണ്ട്, അതായത് തീർത്ഥയാത്രകൾ അല്ലെങ്കിൽ ഈശ്വരസ്മരണ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് മനസ്സിനെ ഹീൽ ചെയ്യാനും പറ്റുന്നതെന്ന് നമ്മൾ ആലോചിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. മറ്റൊന്ന്, ഒരു എൻവയറൺമെൻറ്റ് ചേഞ്ച്. നമ്മളുടെ ആ സ്ഥലത്ത് നിന്നും മാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതും മനസ്സിന് ശാന്തി ഉണ്ടാകാനും ബാക്കി നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് മാറ്റിയെടുക്കാനും സഹായിക്കും. അതുപോലെ മാതാപിതാക്കന്മാർ മെൻറ്റേഴ്സ് ആയിരിക്കണം, ജഡ്ജസ് ആവരുത്. അവർ വേണ്ട വിധത്തിൽ വിവേകബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. ഇതിന് ജമദഗ്നി ഇവിടെ നല്ലൊരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. വിത്ത് കമ്പാഷൻ ആൻഡ് സ്പിരിച്വൽ ഇൻസൈറ്റ് എങ്ങനെയാണ് വാല്യൂസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് നല്ലൊരു ഉദാഹരണമായിട്ടാണ് ജമദഗ്നി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഭാഗവതം വളരെ പ്രൊഫൗണ്ടായ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ടൂൾസ് തരികയാണ് നമുക്കിവിടെ. എങ്ങനെയാണ് നാശകാരകമായിട്ടുള്ള നമ്മളുടെ ഇമോഷൻസിനെ, വികാരങ്ങളെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സാധ്യമാകുന്നത് എന്ന് നമുക്ക് ഭാഗവതം ഇവിടെ പഠിപ്പിച്ചു തരികയാണ്. ഈവൻ മിസ്റ്റേക്സ് ക്യാൻ ലീഡ് ടു ഗ്രോത്ത് ഇഫ് മെറ്റ് വിത്ത് റിഫ്ലക്ഷൻ ആൻഡ് ഡിവോഷൻ. നമ്മൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ പോലും നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഒരു ഭക്തിയോട് കൂടിയിട്ട് നമ്മളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയാണെങ്കിൽ അതും നമ്മൾക്ക് ഒരുപാട് പുരോഗതി നൽകും എന്നാണ് ഭാഗവതം പറയുന്നത്. എല്ലാവർക്കും നന്ദി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.